സ്വാധീനമില്ലാത്ത മേഖലകളിൽ സ്വതന്ത്രരെ ആശ്രയിക്കുന്ന എളുപ്പവഴിയിൽ സിപിഎമ്മിന് തെറ്റുന്നുവെന്ന് തെളിയിക്കുന്നതാണ് മലബാറിൽ 3 സ്വതന്ത്രരിൽ നിന്ന് നേരിട്ട തിരിച്ചടി. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ മുൻമന്ത്രി KT ജലീൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. മുൻ MLA കാരാട്ട് റസാഖും ഈ കുറുമുന്നണിയുടെ ഭാഗമായി സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചു. മറ്റൊരു സ്വതന്ത്രൻ നടൻ മുകേഷിനെതിരായ ലൈംഗികാരോപണ കേസിലും പാർട്ടി വിയർക്കുകയാണ്. ആലപ്പുഴയിൽ സ്വതന്ത്ര MP ആയിരുന്ന ഡോക്ടർ KS മനോജ് മതവിശ്വാസത്തിന് CPM എതിരാണെന്ന് ആരോപിച്ചാണ് ബന്ധം ഉപേക്ഷിച്ചത്. മതാചാരങ്ങൾ പിന്തുടരുന്നതിലുള്ള നിയന്ത്രണം പിന്നീട് പാർട്ടി നീക്കി. കാഞ്ഞിരപ്പള്ളിയിലെ സ്വതന്ത്ര MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം ടീം കഴിഞ്ഞപാടെ പോയത് BJPയിലേക്കാണ്. അവിടെ കേന്ദ്രമന്ത്രിയുമായി. PT റഹീമിനെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ പിന്തുണച്ചെങ്കിലും CPMന്റെ ഭാഗമാകാതെ അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി. മഞ്ഞളാംകുഴി അലിയാകട്ടെ മുസ്ലിം ലീഗിൽ ചേർന്ന് പിന്നീട് മന്ത്രിയായി. KPCC മുൻ അംഗം V അബ്ദുറഹ്മാനെ മന്ത്രിയാക്കിയ ശേഷം ഈയിടെയാണ് പാർട്ടി അംഗത്വം നൽകിയത്. കോൺഗ്രസിൽ നിന്നെത്തിയ PV ശ്രീനിജൻ ഇനിയും പാർട്ടിക്കാരനായിട്ടില്ല. ചാലക്കുടിയിൽ MP ആക്കിയ ഇന്നസെന്റിനെ സംഘടനാ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്താനായില്ല. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപിടി സ്വതന്ത്രർ വന്നെങ്കിലും പലരെയും പിന്നെ പാർട്ടിക്കൊപ്പം കണ്ടില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന PK ഗുരുദാസന് പകരം കൊല്ലത്ത് കണ്ടെത്തിയ മുകേഷ് 2 തവണ MLA ആയിട്ടും പാർട്ടി അംഗമല്ല. പാർട്ടി രീതികളൊന്നും പിന്തുടരാത്ത മുകേഷിനെ പാർട്ടിക്ക് ലോക്സഭാ മത്സരത്തിനും ആശ്രയിക്കേണ്ടി വന്നു. CPM വച്ചു നീട്ടിയതെല്ലാം വ്യക്തിപ്രഭാവത്തിലും സ്വാധീനത്തിലും തേടിയെത്തിയതാണ് സീറ്റും വിജയമെന്നും പരോക്ഷമായി സൂചിപ്പിക്കുന്നതാണ് ജലീലിന്റെയും കാരാട്ട് റസാഖിന്റെയും അൻവറിന്റെയും ഇപ്പോഴത്തെ നിലപാടുകൾ. അത് സമ്മതിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് പാർട്ടി. പിണറായി സർക്കാരിനെതിരെ ജനവികാരം രൂപപ്പെടുന്നതിൽ ചില ഉദ്യോഗസ്ഥർ പങ്കുവഹിക്കുന്നതായി CPM. കഴിഞ്ഞ മാസം ഒടുവിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് ഈ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഭരണപക്ഷ MLA തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥരുടെ അഴിമതിയും പെരുമാറ്റവും സർക്കാർ വിരുദ്ധ വികാരത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത്. പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നതായും പ്രവചന സ്വഭാവത്തോടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ജനങ്ങളെ സർക്കാരിന് എതിരാക്കുന്നതിൽ വലിയ പങ്ക് പോലീസിന്റേതാണെന്ന വിമർശനം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകളിൽ കാര്യമായി ഉയർന്നു. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിന്റെ പേര് പറഞ്ഞുള്ള ആക്ഷേപങ്ങളുമുണ്ടായി. ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി വിമർശകരുടെ ഉന്നമായി. പാർട്ടിക്കുള്ളിൽ ഈ വികാരം ഉള്ളപ്പോഴാണ് ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ ആരോപണങ്ങളുമായി അൻവർ കളം നിറഞ്ഞത്. പാർട്ടിക്കുള്ളിലെ വികാരം പുറത്ത് ചർച്ചയാക്കാനായി പാർട്ടി അംഗത്തിനു വേണ്ട അച്ചടക്കത്തിന്റെ ബന്ധനങ്ങളില്ലാതെ അൻവറിനെ ചിലർ പ്രയോജനപ്പെടുത്തിയതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ആക്ഷേപങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടും അദ്ദേഹത്തെ നിയന്ത്രിക്കാനോ തിരുത്താനോ ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പിന്തുണയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് CPMൽ നിന്നും ഉണ്ടാകുന്നത്. അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കണമെന്നാണ് CPMന്റെ നിലപാട്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാനുള്ള ആലോചന നടന്നതിനു ശേഷം അത് വേണ്ടെന്ന് വെച്ച മുഖ്യമന്ത്രിയുടെ തീരുമാനത്തോട് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട്. മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് CPMൽ ഭിന്നാഭിപ്രായം ശക്തമാകുന്നത് നിസ്സാരമല്ല. PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. നിയമ നടപടികളും പ്രതിപക്ഷത്തിന്റെ ആലോചനയിലുണ്ടെങ്കിലും അൻവറിന്റെ മാത്രം ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് നീങ്ങാൻ കഴിയില്ലെന്ന പ്രതിസന്ധിയുണ്ട്. ചില ഫോൺ കോൾ റെക്കോർഡുകൾ മാത്രമാണ് അൻവർ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത്. പ്രതിപക്ഷം മുൻകൈയെടുത്തുള്ള നിയമ നടപടിയോട് കൂടുതൽ തെളിവുകൾ നൽകി അൻവർ സഹകരിക്കാനും സാധ്യതയില്ല. മാസപ്പടി കേസിൽ വിജിലൻസ് കോടതിക്ക് മുന്നിലെത്തി തിരിച്ചടി വാങ്ങിയ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ പ്രതിപക്ഷം തിടുക്കപ്പെട്ട കോടതിയിലേക്ക് നീങ്ങാനിടയില്ല. കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായ പരാമർശം ഉണ്ടായാൽ അത് സർക്കാരിന് പിടിവള്ളിയാകുമെന്നും UDF കരുതുന്നു.